നമസ്കാരം. ജനനേന്ദ്രിയത്തിൽ പരിക്ക്, തല പൊട്ടിക്കീറി, വാരിയല് ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ തറച്ചുകയറി. ഇടുക്കി പീരുമേട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനങ്ങളാണ് ഇവയൊക്കെ. സീത എന്ന 42-കാരിയുടെ മരണം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് തോട്ടാപുരം ഭാഗത്ത് താമസിച്ചിരുന്ന സീത കൊല്ലപ്പെടുന്നത്. വനത്തിൽ വെച്ച് കാട്ടാന ആക്രമിച്ചു എന്നാണ് ഭർത്താവ് ബിനു പോലീസിനോട് പറഞ്ഞത്. ബിനു നിലവിൽ പോലീസ് നിരീക്ഷണത്തിലാണ്. നടന്നത് കൊലപാതകമാണെന്നും കണ്ണില്ലാത്ത ക്രൂരതയാണ് മരണത്തിന് മുൻപ് സീത അനുഭവിച്ചതെന്നും ഡോക്ടർ സ്ഥിരീകരിക്കുമ്പോൾ പുറത്തുവരുന്നത് മരണത്തിന് തൊട്ടു മുൻപ് സീത വനത്തിനുള്ളിൽ അനുഭവിച്ചത് അതിഭീകരമായ പീഡനമാണെന്ന യാഥാർത്ഥ്യമാണ്. മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ വ്യക്തമാക്കിയെങ്കിലും ഇത് സ്ഥിരീകരിക്കാതെയാണ് പോലീസ് നിലവിലുള്ളത്. വനം വകുപ്പും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുണയ്ക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ ബിനുവിന്റെ വാദം പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല. പ്രാഥമികമായ അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ ആദർശ് രാധാകൃഷ്ണനാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. പോലീസ് കസ്റ്റഡിയിലാണ് നിലവിൽ ബിനുവുള്ളത്. കാട്ടാന ആക്രമണം എന്ന ധാരണയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സീതയുടെ കുടുംബത്തിന് വനം വകുപ്പ് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൈമാറാനിരിക്കെയാണ് കാട്ടാന ആക്രമണമല്ല, അതല്ല സീതയുടെ മരണകാരണം, ഇത് കൊലപാതകമാണെന്ന് തെളിവുകൾ പുറത്തുവരുന്നത്. ഇതിനാൽ തന്നെ നഷ്ടപരിഹാരം നൽകുന്നത് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. കാട്ടാന ആക്രമണമല്ല എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് പണം കൊടുക്കേണ്ടതില്ല എന്ന വിലയിരുത്തലിലാണ് വനം വകുപ്പ്. വനത്തിനുള്ളിൽ വെച്ച് സീതയ്ക്ക് എന്താണ് പറ്റിയതെന്ന് കണ്ടെത്താൻ ഭർത്താവ് ബിനുവിനെ വിശദമായി ചോദ്യം ചെയ്യും. വനത്തിനുള്ളിൽ വെച്ച ആക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടെന്നായിരുന്നു ഭർത്താവ് ബിനു പോലീസിന് മൊഴി നൽകിയത്. സീതയുടെ തലയിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തി. വാരിയല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ തറച്ചുകയറി. മരിക്കുന്നതിന് മുൻപ് സീത ക്രൂര ആക്രമണത്തിന് ഇരയായെന്നാണ് കണ്ടെത്തൽ. കാട്ടാന ആക്രമണത്തിൽ ഇത്തരം പരിക്കുകൾ സംഭവിക്കാറുള്ളതുകൊണ്ട് സംശയം തോന്നിയില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. മരണത്തിൽ ഫോറൻസിക് സർജന് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ ജനനേന്ദ്രിയത്തിലും മറ്റ് ശരീരഭാഗങ്ങളിലും ഉണ്ടായ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതല്ല എന്നും കണ്ടെത്തി. ശരീരത്തിൽ വലിച്ചിഴച്ചതിന്റെ പാടുകൾ. എന്നാൽ സീതയെ കാട്ടാന വലിച്ചിഴച്ചുവെന്ന് ബിനുവിന്റെ മൊഴിയിൽ പറഞ്ഞിട്ടുമില്ല. ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണ് തുടക്കത്തിൽ ബിനുവിലേക്ക് സംശയത്തിന്റെ നിഴൽ വീഴ്ത്തുന്നത്. ബിനുവും ഭാര്യ സീതയും 2 കുട്ടികൾക്കൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയപ്പോൾ മീൻമുട്ടി ഭാഗത്ത് വെച്ച് തന്നെയും ഭാര്യ സീതയെയും കാട്ടാന ആക്രമിച്ചു എന്നാണ് ബിനു ബന്ധുക്കളെ അറിയിച്ചത്. സീതയുടെ ദേഹത്തെ പരിക്കുകളും കാട്ടാന എടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞ ബിനുവിന്റെ ദേഹത്ത് പരിക്കുകൾ ഇല്ലാതിരുന്നതും വനം വകുപ്പിനെയും ഡോക്ടർമാരെയും സംശയത്തിലാക്കിയെന്ന് കോട്ടയം DFO N രാജേഷും പറയുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സീതയുടെ ദേഹത്ത് വന്യമൃഗ ആക്രമണത്തിന്റെ ലക്ഷണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഡോക്ടർ പറയുന്നു. തലയുടെ ഇരുവശത്തും പരുക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചതിന്റെ പരിക്കുകൾ ഉണ്ടായിരുന്നു. മരത്തിൽ ബലമായി ഇടിപ്പിച്ചതാകാനാണ് സാധ്യത. തലയ്ക്ക് പിന്നിൽ വീണ് പരിക്കേറ്റ മുറിവുകളുണ്ട്. മുഖത്തും കഴുത്തിലും മൽപ്പിടുത്തം നടന്ന പാടുകളുണ്ട്. കഴുത്തിൽ ശക്തിയായി അമർത്തിപ്പിടിച്ചതിന്റെയും മുഖത്തെ 2 കൈകൊണ്ടും അടിച്ചതിന്റെയും പാടുകളുണ്ടായിരുന്നു. ഇടതുവശത്തെ 7 വാരിയല്ലുകളും വലതുവശത്തെ 6 വാരിയല്ലുകളും പൊട്ടുകയും 3 ശ്വാസകോശത്തിൽ തറച്ചു കയറുകയും ചെയ്തു. നാഭിക്ക് തൊഴിയേറ്റ പരിക്കുമുണ്ട്. ഇതെല്ലാമാണ് കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാൻ കാരണമെന്ന് ഡോക്ടർ പറയുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ആന ആക്രമണമല്ലെന്ന് മനസ്സിലായിരുന്നു. ബിനു പറഞ്ഞ കാര്യങ്ങളിൽ അടിമുടി സംശയങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. കാരണം ഇവർ ഇങ്ങനെയുള്ള എത്രയോ വന്യമൃഗ ആക്രമണങ്ങൾ കണ്ടിട്ടുണ്ട്. പരിസരം പരിശോധിച്ചപ്പോൾ അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ബിനുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യവും ഉണ്ടായിരുന്നു. ബിനുവിനെയും ആന ആക്രമിച്ചുവെന്നാണ് പറഞ്ഞത്. എന്നാൽ ബിനുവിന് ഒരു പരിക്കുമില്ലായിരുന്നു. ബിനു വനം വകുപ്പിന്റെ താൽക്കാലിക ഫയർ വാച്ചറായിരുന്നു. കാട് നന്നായി അറിയാവുന്ന ആളാണ്. ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് ബിനുവെന്നും കോട്ടയം DFO പറയുന്നു. 13ഉം 14ഉം വയസ്സുള്ള മക്കൾ കാട്ടാന ആക്രമണം കണ്ടിട്ടില്ല എന്നായിരുന്നു ബിനു പോലീസിനോടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും പറഞ്ഞത്. സീത മുന്നിൽ നടന്നു പോകുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇയാളുടെ മൊഴി. പുറകെ വന്ന് തന്നെ കാട്ടാന എടുത്തെറിഞ്ഞുവെന്നും ഇയാൾ പറഞ്ഞിരുന്നു. ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. എന്നാൽ സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിൽ തന്നെയാണെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ബിനു. ഇതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്താത്തത്. മക്കളുടെ മൊഴിയും പോലീസ് എടുക്കും. ഇവർ പറയുന്നതിൽ ഉറച്ചു നിൽക്കാത്തതാണ് പോലീസിനെ കുഴപ്പത്തിലാക്കുന്നത്. എന്തായാലും സീത എന്ന് പറയുന്ന സാധാരണക്കാരിയായ 42 വയസ്സുകാരിയായ ആദിവാസി സ്ത്രീയുടെ മരണം കൊലപാതകമാണെന്നാണ് തെളിവുകൾ പറയുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, മരണത്തിന് തൊട്ടുമുൻപ് ആ സ്ത്രീ അനുഭവിച്ചത് കണ്ണില്ലാത്ത ക്രൂരതയാണ്.